നമുക്ക് എണ്ണ അധികം ഉപയോഗിക്കാതെ ഇച്ചിരി ചിക്കൻ ചുക്ക ഉണ്ടാക്കിയാലോ? ചിക്കൻ ചുക്ക എന്ന് പറയും അതിന് പേര്. അത് ചിക്കൻ രണ്ട് ചെറുതായിട്ട് ഇങ്ങനെ എടുത്തു, ഒത്തിരി കനമൊന്നും വേണ്ടാതെ. അപ്പോൾ ചിക്കൻ ഇതിങ്ങനെ കഷ്ണിച്ചെടുത്തു. നമുക്കിതൊന്ന് ആദ്യം മാഗ്നൈസ് ചെയ്യാം, പുരട്ടി വെക്കാവുന്നേ. ഒരു 10-15 മിനിറ്റേലും ഇരിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു രുചി വരുന്നത്. അപ്പോൾ ആദ്യം അതിനകത്ത് വേണ്ടിയത് ഒരു ശകലം മഞ്ഞൾ പൊടി, ഇച്ചിരി മഞ്ഞൾ പൊടി ഇടാം. ഇനി അതിൻ്റെ വേണ്ടിയത് മുളക് പൊടി. എല്ലാത്തിനും ഞാൻ വേറെ സ്പൂൺ ഇട്ടു കേട്ടോ. ഇച്ചിരി മുളക് പൊടി ഇട്ടു. അപ്പോൾ അധികം എണ്ണയൊന്നും ചേർക്കാതെ ചിക്കനൊക്കെ വറുത്ത് കൂട്ടണമെന്നുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കൂട്ടാം. അപ്പോൾ ഞാൻ അതിനൊരു മീറ്റ് മസാല, ഇത് ഗരം മസാല എടുത്തതേ. അപ്പോൾ അതിൻ്റെ സ്പൂൺ അങ്ങ് മറിഞ്ഞു പോയി. ഒരു ശകലം ഇട്ടു. ഇപ്പോൾ ഒരു ശകലം ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ വറക്കാനായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ശകലം കൂടുതൽ മസാല ഇട്ടാൽ അതിപ്പോൾ ഇട്ട് വെക്കണ്ട. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടു. ഇനി ഒരു സ്പൂൺ തൈര്, ചെറിയ സ്പൂണാണ്. ഇത്രയും സാധനം ചേർത്ത് നമുക്കിതൊന്ന് പുരട്ടി വെക്കാവേ. എന്നിട്ട് ബാക്കിയാണ് പിന്നെ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റിൽ നിന്ന് കഴിയട്ടെ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനടുത്ത് ആവശ്യമായിട്ട് വേണ്ടിയത് സവോളയാണ്. സവോള അത് ഇങ്ങനെ 4ആയിട്ട് പിളർന്നിട്ട് മുറിച്ചെടുക്കണം. അല്ലി മുറിച്ചെടുക്കണം. അതങ്ങനെ ഒരു കൂട്ടം എടുക്കും. ക്യാപ്സിക്കം ഇല്ലേ, മുളക്, ക്യാപ്സിക്കം മുളക് വാടിപ്പോയി, കഴിഞ്ഞ ദിവസം പച്ചക്കറിയുടെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ അതൊന്നും നമ്മളിങ്ങനെ ചതുരത്തിൽ കഷ്ണിച്ച് സവോളയുടെ കൂടി ഇടുക. ഇങ്ങനെ ഇടുക. ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കുവാണേ. ഈ സവോളയും ഈ ക്യാപ്സിക്കവും പിന്നെ ഒരു ശകല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ. ഗരം മസാല ഇപ്പോൾ ഞാൻ ശകലം ഇട്ട് കേട്ടോ, അന്നേരം കുറച്ചല്ലേ ഇട്ടുള്ളൂ, ഇപ്പോൾ കുറച്ചിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് അന്നേരം ആദ്യം ചിക്കൻ ചെയ്തപ്പോൾ ഇടാഞ്ഞത് എന്നാണെന്നറിയാമോ? ഇത് ഒത്തിരി അങ്ങ് അത് കഴിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണ കുടിക്കും. അത് നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല, അധികം എണ്ണയൊന്നും ചേർക്കാതെ എന്ത് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണോ എന്ന് നിങ്ങൾ ഓർക്കും. ഇതാണ് ചിക്കൻ ചുക്ക എന്ന് പറയും, എണ്ണ അധികം ചേർക്കാതെ. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മളിതുപോലെ ഒരു പാന് അടുപ്പ് വെക്കുവാണേ. അടുപ്പ് വെച്ചിട്ട് നല്ല ചൂടായി കിടക്കുക. ഇപ്പം നല്ലൊരു ചൂടായി കിടക്കുക. ഇനി അതിലോട്ട് നമ്മൾ 2 സ്പൂൺ എണ്ണ ഒഴിക്കുന്നത്. ചിക്കൻ ചുക്ക എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണക്കകത്തിട്ടൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, 2 സ്പൂൺ എണ്ണ മതി. എത്ര കിലോ ചിക്കൻ വേണമെങ്കിലും നമുക്ക് വറുത്തെടുക്കാം, അധികം എണ്ണയൊന്നും വേണ്ട. ഇപ്പോൾ ഈ 2 സ്പൂൺ എണ്ണയല്ലേ ചേർക്കാൻ. അപ്പോൾ ഈ ഫ്രൈ പാൻ ചൂടായി കിടക്കുക. ഇപ്പോൾ ഇനി ഇതൊന്ന് സിമ്മിലിടട്ടെ. ഇനി അടുത്ത പരിപാടി. ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു കമ്പിയാണ്, പപ്പടം കുത്തി. അതെടുക്കുന്നു. നമ്മളൊരു ചിക്കൻ ഇങ്ങനെ കുത്തുന്നു, ഈ പകുതി വരെ കൊണ്ടുവരിക. പിന്നെ ഒരു സവോള എടുക്കുന്നു, അതിങ്ങനെ കുത്തുന്നു. ഒരു ക്യാപ്സിക്കം എടുക്കുന്നു, അതിങ്ങനെ കുത്തുന്നു. അടുത്തതൊരു ചിക്കൻ വീണ്ടും കുത്തുന്നു. ഇങ്ങനെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കായ്ക്കുള്ള എല്ലാം ഫില്ലിങ് ശരിയായി വെച്ച് കേട്ടോ. ഇനി നമ്മളിത് ഈ ഫ്രൈ പാനിലോട്ട് വെക്കുക. കമ്പി ഇച്ചിരി വെളിയിൽ നിൽക്കണം കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുക്കണം. ഇത്ര എണ്ണ വരുന്നുള്ളൂ. ഇപ്പോൾ കയ്യിൽ കിടക്കുക, ശകലം സിമ്മിലിട്ട്. ചിക്കൻ വേകണമല്ലോ, നമുക്ക് കരിഞ്ഞു പോകാനല്ലല്ലോ, അതുകൊണ്ട് ഇനി ചിക്കൻ വേകണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു കമ്പിയുടെ ചൂട് നോക്കിയേ പിടിക്കാനുള്ള നമ്മളൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കും, ആവി പോകാതെ അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ സിമ്മിലിടുക. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഒന്ന് വേറെ. ഇനി നമുക്കൊന്ന് തിരിച്ച് വെക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടായി പരിവായി. ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇത് ശകലം ഇങ്ങനെ തിരിച്ച് വെക്കണം കണ്ടോ. എന്നിട്ട് ഈ എണ്ണ ഇതിനകത്ത് കിടക്കുക കണ്ടോ. എണ്ണ ഇതൊന്നും കുടിച്ചിട്ട് പോലും ഇല്ല. ഒരു ശകലം ഒന്ന്
ഇതാക്കി കൊടുക്കും. കമ്പിയുടെ ചൂട് നോക്കിയിട്ട് പിടിക്കണേ. ഇതെങ്കിലും കൈ തുണി കൂട്ടി എങ്ങനെ ഒന്ന് തിരിച്ച് വയ്ക്കും. ഇനി ഇത് വീണ്ടും ഇതുപോലെ അടച്ചു വെക്കും. സാരമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി. ഇതെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല എന്താ പറയുന്നത്, നല്ല തന്തൂരി ചിക്കൻ പോലെ ഇരിക്കുവാണ്. പീസ് പീസാക്കിയെന്നല്ലേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അധികം എണ്ണ ഉപയോഗിക്കാൻ മേലാത്തവർക്ക് അത് കഴിക്കാം. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. ഇതിങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല രുചിയാണ്. നല്ല വേവുകയും ചെയ്തു. മാറ്റി നോക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് ശകലം ആ മുളകും ആ വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ശകലം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒരു കുഞ്ഞ് സവോളയുടെ പകുതിയും ആ ക്യാപ്സിക്കം ബാക്കി വന്നല്ലോ അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുവാണേ. അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിലും ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് കഴിക്കാം. അതൊന്ന് വഴറ്റിട്ട് എരിവ് വേണ്ടിയവർക്ക് ആ സവോളയും ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ തുള്ളി മുളക് കൂടി ഇടുവാണേ. കറിവേപ്പില ഇടുക. കണ്ടോ, കറിവേപ്പില ഉണങ്ങിപ്പോയി കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ ഫ്രഷ് ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നാകുമ്പോഴേ ഇങ്ങനെ കിട്ടുള്ളൂ. ഒത്തിരി അങ്ങ് വെള്ളമൊന്നും വേണ്ട. അത് കഴിയുമ്പോൾ തന്നെ ഈ സാധനം ഇത് നല്ല രുചിയാണ്. ഞാൻ വിചാരിച്ചതിലും ടേസ്റ്റ് കേട്ടോ. ഇതങ്ങോട്ട് ഊരിയിടുക. ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെ കൂട്ടാം. അങ്ങനെ ഈ പിള്ളേരൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കൂട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന്റെ പേരെന്താ? ചിക്കൻ ചുക്ക. അതായത് ചിക്കൻ ചുക്ക കേട്ടോ. ചുക്ക് കാപ്പി അല്ല, ചുക്ക. ചിക്കൻ ചുക്ക. അത് ആ സവോളയും അതെല്ലാം കൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ടൊമാറ്റോയുടെ സോസ് ശകലം ഒഴിക്കും. അതും കൂടെ ഒന്ന് ഇട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ വളരെ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം, ലൈക്കും ചെയ്യണം. ഞാൻ കുറേ നാളായിട്ട് അതങ്ങ് പറയാൻ മറന്നു പോവാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ പറയാനങ്ങ് മറന്നു പോവാം. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് നിങ്ങളെല്ലാം. എൻ്റെ വീഡിയോ കണ്ട എത്ര പേരാ വിളിക്കുന്നതെന്നറിയോ. സന്തോഷമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഈ പുഴുക്കടി പോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞാലേ അല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോഴല്ലേ എനിക്ക് ഒന്നുകൂടി ഒരു ആവേശം തോന്നത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലോട്ട് എടുക്കട്ടെ. അപ്പോൾ എൻ്റെ ചിക്കൻ ചുക്ക റെഡിയായി. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കൂട്ടാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. ആ കമ്പിയെ വെച്ച് വറുത്തത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ലതാണ്. പിള്ളേർക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കണേ. ഞാൻ ഒന്ന് കഴിച്ച് കാണിക്കട്ടെ ടേസ്റ്റ് ഉണ്ടോയെന്ന്.